ഹലോ ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? എനിക്കിവിടെ സുഖാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും സന്തോഷങ്ങളും അതുപോലെ എൻ്റെ ദിവസങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഒരുപാട് പേര് എൻ്റെ ഈ സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ഒരുപാട് വ്യൂസ് കയറുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ കുറച്ച് വ്യൂസ് കയറുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് തരുന്നത്. എന്തായാലും ഞാനിത് തുടർന്നു കൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു വാഗമൺ ട്രിപ്പ് റെഡിയായി വന്നത്. എനിക്ക് മീൻസ് എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നു. അങ്ങനെ അപ്പോൾ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു 4-5 ഫാമിലി റെഡിയായി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞ് ട്രിപ്പ് പോയി. അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലത്തെ വീഡിയോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ക്ഷമയൊക്കെ ചോദിക്കുകയാണ്. ശരിക്കും ക്ലിയർ ഒന്നും ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റിൽ നമ്മൾ അവിടെ ചെന്നത് പുലർച്ചെയാണ് നമ്മളവിടെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ റൂം എടുത്തിട്ട് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്ത് വാഗമൺ കാണാനായിട്ട് ഇറങ്ങി. ആദ്യം ഒരു ലേക്ക്, ബോട്ടിങ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. നല്ല രസമായിരുന്നു. അവിടുത്തെ പ്രകൃതി ഭയങ്കര രസകരമാണ്. കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ, കുറച്ചൊന്നല്ല ഒരുമാതിരി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് എല്ലാവരും. പിന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് അങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് പല പോസുകളിൽ നിന്നിട്ടൊക്കെ ഫോട്ടോസ് എല്ലാവരും എടുത്തിട്ടുണ്ട്. ചില ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡോസ്, അതായത് ഒരു മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് പോയത്. അവിടെ ശരിക്കും ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് പച്ചപ്പ് ഇല്ലാത്ത സമയമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും നല്ല പച്ചപ്പ് പിടിച്ച സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് എന്നുള്ളൊരു അഭിപ്രായം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിരുന്നു. പിന്നെ അവിടെയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, കുറേ ഫോട്ടോസ് എടുക്കാം. നമുക്ക് അതിലേറെ ഉപരി നമ്മുടെ സെയിം വൈബുള്ള ഫ്രണ്ട്സിനോട് കൂടി യാത്ര ചെയ്യുക. സെയിം വൈബുള്ള ചേട്ടൻ്റെ ഫ്രണ്ട്സ്, ചേട്ടന് സെയിം വൈബുള്ള ചേട്ടൻ്റെ ഫ്രണ്ട്സും എനിക്ക് സെയിം വൈബുള്ള ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫുകളും. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും സത്യത്തിൽ ഞങ്ങൾ നന്നായി അടിച്ചു പൊളിച്ചു. വണ്ടിയിൽ പോകുന്ന സമയത്തും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഏജുകാരാണ് എല്ലാവരും. ഏജിൻ്റെ മാത്രമല്ല, കുഞ്ഞു വകകളും ഉണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവരും നമ്മളോട് ഒത്തുചേർന്ന് നല്ല രസകരമായിട്ട് കളിച്ച് പാട്ട് പാടി ഡാൻസ് കളിച്ച് എല്ലാത്തിലും ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്ന മക്കളായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും നല്ല നല്ല കാഴ്ചകൾ കാണാനും, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുന്നതില്ലേ, അതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച്, എല്ലാവരും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛന്മാരെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാലും എപ്പോഴും വർക്ക്, അതിൻ്റെയൊക്കെ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു യാത്രകൾ വളരെ ഉപകാരപ്പെടും. കാരണം നമ്മൾ ഒന്നും ആലോചിക്കണില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിക്കണില്ല. വീട്ടിൽ ഇന്ന് എന്ത് കറി ഉണ്ടാക്കണം, എന്ത് ഉപ്പേരി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്ത് വറുക്കണം, അങ്ങനത്തെ സാധനങ്ങളോ, അല്ലെങ്കിൽ ഇന്ന് എവിടെ ക്ലീൻ ചെയ്യണം അവിടെ ക്ലീൻ, അതൊന്നും ഇല്ലാതെ ഇടയ്ക്കൊക്കെ ഒന്നിട്ട് റിഫ്രഷ് ആവുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മളങ്ങോട്ട് ഒരു കുഞ്ഞു ട്രിപ്പായാൽ മതി. ജസ്റ്റ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം. അതൊക്കെ ഒരു രസം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇടയ്ക്കൊക്കെ ഒരു സിനിമ കാണാൻ പോവുക, ഇടയ്ക്കൊക്കെ അതൊക്കെ എപ്പോഴും വേണമെന്ന് ഞാൻ പറയണില്ല. നമ്മുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ആ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകൾ വേറെ സ്ഥലത്തേക്ക് ആവരുത്. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കണം, അവിടുത്തെ സ്ഥലങ്ങൾ നല്ല രീതിയിൽ കണ്ണിന് കാഴ്ചയ്ക്ക് നല്ല കുളിർമയേകുക, നമ്മുടെ മനസ്സിൽ ആ സ്ഥലങ്ങളെ കാത്തു സൂക്ഷിക്കുക. നമ്മൾ ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലിങ്ങനെ കുറിച്ചിടുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡയറി എഴുതുന്ന പോലെ നമ്മുടെ ഒരു ജേർണലിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞില്ല, അതിലൊക്കെ എഴുതാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് പിന്നെ ഇപ്പോൾ മെഡോസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ ഫോറസ്റ്റ് നല്ല തണുപ്പുള്ള ഒരു സ്ഥലം കേട്ടോ. നല്ല പാകത്തിന് തണുപ്പ്, ഭയങ്കര തണുപ്പുമില്ല, നല്ല രസകരമായിരുന്നു. നല്ല നല്ല മരങ്ങളുടെ ഇടയിൽ കൂടെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകേണ്ട ഒരിടം തന്നെയാണ് വാഗമൺ എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല രസമാണ്. അവിടെ ഉണ്ട് ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നതിൻ്റെ
ആ ഒരു അവിടേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ മുൻപ് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഇതിലേക്ക് കയറിയത്. ഇതിലേക്ക് ഈ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയിൽ കുറേ ഷോപ്പുകളുണ്ട് സൈഡിലൊക്കെ. നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ കുറേ എന്ത് വേണമെച്ചാലും വാങ്ങാവുന്ന, കുട്ടികൾക്ക് ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല പണിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അപ്പുറത്തെ സൈഡിലുണ്ട്. വീട്ടമ്മമാർക്കും നല്ല രസമാണ് കേട്ടോ. നല്ല നല്ല മസാല ഐറ്റംസ് ഒക്കെ നല്ല ഫ്രഷ് അല്ലേ ആവുക. പിന്നെ നല്ല ചായല, കാപ്പിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങൾ, സ്വീറ്റ്സ്, ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഉണ്ടാവുന്ന എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. നല്ല രസകരമായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാത്രകൾ മാക്സിമം പോകാൻ പറ്റുന്ന യാത്രകളൊക്കെ നമ്മൾ പോവുക. കാരണം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട് മാത്രം അല്ലെങ്കിൽ വീട്ടിൽ മാത്രം നമ്മൾ ഒതുങ്ങാനുള്ളതല്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന യാത്രകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാതിരിക്കുക. സന്തോഷങ്ങളാണ് അതൊക്കെ. നമുക്ക് വേറിട്ട അനുഭവങ്ങൾ കിട്ടുന്നതൊക്കെ നമ്മൾ കുറിച്ച് വെക്കുക. ഇതങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കണ്ടു, നമ്മളത് മറന്നു പോകാനുള്ളതല്ല. നമുക്ക് പിന്നീടും നമുക്ക് ആലോചിക്കാനായിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ മെമ്മറീസ്, സ്വീറ്റ് മെമ്മറീസ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ മെമ്മറീസിൽ നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ യാത്രകൾ ഒക്കെ എല്ലാവരും അത് ഫാമിലി ആയിട്ട് ഒന്നിച്ച് പോകുമ്പോൾ അതിലേറെ ഒന്നുകൂടിയും നമ്മൾ എൻജോയ് ചെയ്യും. എല്ലാ കാര്യങ്ങളും വളരെ രസകരമാണ് ഓരോന്നും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോകുമ്പോൾ സെയിം വൈബുള്ള ഫ്രണ്ട്സിനോടൊപ്പം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി ചിരിച്ച് നമ്മൾ മതിയാവും. അതുപോലത്തെ ഒരു അങ്കക്കെട്ടാണ് നമ്മളുടെ ഈ യാത്രകളിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിച്ച്, എന്നാൽ കളിയാക്കുന്നതിൽ കളിയാക്കുന്നവനോ യാതൊരു മനസ്താപവും ഇല്ല. അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, പറയുന്ന നമ്മളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചിരിക്കാനുള്ളതുണ്ടായിരിക്കും. പിന്നെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ നല്ല രസകരമായിരുന്നു യാത്ര, നല്ല സുഖകരമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് പോകുന്നത്, ഫാമിലി ഒത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ പറയും, കുറേ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട്, ഒറ്റയ്ക്ക് പോയിട്ട് യാത്രകൾ അനുഭവിക്കണം എന്നൊക്കെ പറയണത് കേൾക്കാം. അതായത് ഒറ്റയ്ക്കുള്ള യാത്രകൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒറ്റയ്ക്ക് നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നിക്കഴിഞ്ഞാൽ, അതായത് ലോങ് ഒന്നും പോകണമെന്നൊന്നും അതിനർത്ഥമില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പോവുക, പുറത്തിറങ്ങുക, നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രകളും എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊന്നും എനിക്കുള്ള അത്ര വലിയ ധൈര്യമൊന്നും എനിക്കായിട്ടില്ല. പൊതുവേ എനിക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ ഇത്തിരി അറിവ് കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ യാത്രകൾ ഇങ്ങനെ അങ്ങനെ ഫാമിലി ട്രിപ്പുകൾ പോകുന്നല്ലാതെ ഒറ്റയ്ക്കൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് യാത്രകൾ അത്ര എളുപ്പമല്ല, എനിക്കത്ര ഇഷ്ടമില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം എല്ലാവരും, ഒറ്റയ്ക്ക് യാത്രകൾ പോകണം, അതൊരു വേറൊരു രസമാണ് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ചിലർ പറയുന്നത് കേൾക്കാം. പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മക്കൾ, ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആയിട്ട്, എൻ്റെ അമ്മ, അനിയത്തി അങ്ങനെയൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടുണ്ടെങ്കിലാണ് എനിക്ക് പുറത്ത് പോകാനായിട്ടൊരു ഇഷ്ടം. ഓരോരുത്തരും ഓരോ തരമായിരിക്കുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, സോഷ്യൽ മീഡിയ കണ്ടും കൊണ്ട് നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ കരുതാൻ പാടില്ല. അതായത് ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു സന്തോഷമാണ് എനിക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്കിത് എപ്പോൾ വേണമെച്ചാലും എനിക്കെടുത്ത് കാണാമല്ലോ, എത്ര കാലം കഴിഞ്ഞാലും എനിക്കിത് കാണാമല്ലോ എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മളിതിലൊക്കെ അപ്ലോഡ് ചെയ്യണത്. പിന്നെ നല്ല അഡ്വഞ്ചറായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷേ അത് ധൈര്യമുള്ളവർക്ക് തന്നെയാണ് കയറാൻ പറ്റുള്ളൂ. കുട്ടികളും ഒക്കെ കയറിയിരുന്നു. ചിലതിലൊക്കെ ഞങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലൊന്നും ഞങ്ങൾ കയറിയില്ല. എനിക്ക് ഭയങ്കര ധൈര്യമുള്ള ആളൊന്നുമല്ല. എനിക്ക് കുറച്ച് പേടിയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടോയെന്നറിയില്ല, എന്തോ ഒരു ഫോബിയ എന്നൊക്കെ പറയില്ലേ, എന്താണ്, സ്റ്റെപ്പ് കയറുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പേടി, കുഴി കാണുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ഒരു പേടി, ഈ വക പേടിയൊക്കെ ഉള്ള ആളാണ് ഞാൻ. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നിങ്ങളെ പോലെയൊക്കെ ഉള്ള ഒരു വീട്ടമ്മയാണ്. പക്ഷെ എങ്കിലും ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ട്യൂഷനുണ്ട്, ട്യൂഷന് ടീച്ചേഴ്സ് ഉണ്ട്, 1-2 ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ട്യൂഷനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടമ്മയാണ്
കാണിച്ചാലും നമുക്കൊരു വരുമാന മാർഗ്ഗമൊക്കെ കണ്ടെത്തണതൊക്കെ നല്ലതാണ്. നമുക്കതിങ്ങനെ ഇപ്പോൾ ട്രിപ്പിന് പോയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാങ്ങണമെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഹസ്ബൻഡിൻ്റെ നിന്ന് വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ, അതൊന്നും ഒരു രസമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാം. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്പോൾ അവർ തരാതെ അല്ല, ആർക്കാണെച്ചാലും ഇപ്പോൾ ഹസ്ബൻഡ് തരുന്നവരുണ്ടായിരിക്കാം, തരാത്തവരുണ്ടായിരിക്കാം. അവർ തരാതെ അല്ല, പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും ഏത് കാര്യത്തിനും. അപ്പോൾ അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചുറ്റുപാടും നോക്കുക. പിന്നെ നമുക്ക് വീട്ടമ്മമാർ കാണിച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇന്ന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ല ഭേദം. ഇപ്പോൾ ഇന്നാളുണ്ടായ സംഭവം കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തല്ല. പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ആരുടെയും ജീവന് ആപത്ത് വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. ഞാൻ തന്നെ ഇപ്പോൾ നമ്മുടെ ഒപ്പം വന്നവരുടെ ഒന്നും ഞാൻ ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ രണ്ടാളുടെയും ഫോട്ടോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ജനറലായിട്ടുള്ള വീഡിയോസ് എടുക്കുക എന്നല്ലാതെ ബാക്കിയൊന്നും നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ആരുടെ കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ട ആവശ്യങ്ങളില്ല. ഒരുമിച്ച് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തില്ല എന്ന് മാത്രം. ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് അഡ്വഞ്ചർ സോണിൻ്റെ ഉള്ളിലുള്ളതാണ്. അഡ്വഞ്ചർ സോണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റേ എന്താ പറയുക, സ്കൈ ഡൈവിങ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ധൈര്യമുള്ളവർക്കൊക്കെ കയറാം. ധൈര്യമില്ലാത്തവരെ എന്തപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും കയറിക്കൊള്ളണമെന്നും ഒന്നും നിർബന്ധമൊന്നുമില്ല. ഒന്നും വാങ്ങിച്ചോളണമെന്നും നിർബന്ധമില്ല. ഇപ്പം ഞാൻ പറയണത്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് വാങ്ങി എന്ന് മറ്റുള്ളവർ ചോദിക്കും. പക്ഷെ നമ്മളതൊന്നും നോക്കണ്ട, നമുക്ക് കാണാനും പോവാലോ എങ്ങോട്ട് വേണച്ചാലും. അതായത് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാമല്ലോ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കാണുന്നതുകൊണ്ട് ഇപ്പോൾ ആർക്കെന്താ, നമ്മൾ അതിനെ ആസ്വദിക്കുക. അതൊരു രസമാണ്, നല്ല രസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ, അവരുടെ രീതികൾ കാണുമ്പോൾ ഒക്കെ നമ്മളതൊക്കെ വാച്ച് ചെയ്യുക, നമ്മൾ അതിനൊക്കെ എൻജോയ് ചെയ്യുക. നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ. ഈ ഒരു ആർച്ച് പോലെയാണ്, ഇതിൽ പകുതി വരെ കയറിയിട്ട് ഇറങ്ങി വന്നവരുണ്ട്, ഫുള്ളായിട്ട് ഇപ്പുറത്ത് കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ വന്നവരുണ്ട്. അങ്ങനെ പലതരം ആളുകളുണ്ട്. ഓരോരുത്തർക്ക് അവരവരെ ധൈര്യപ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് ഞങ്ങളൊരു തങ്ങൾപ്പാറ മക്ബറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് മിസ്സിംഗ് ആണ്, ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അവിടെ നല്ല സ്ഥലമാണ്, നല്ല പാറകളാണ് അവിടെ. അങ്ങനെ കുറേ ഉണ്ട് നടക്കാനായിട്ട്, ഒരുപാട് നടക്കാനുണ്ട്. അഡ്വഞ്ചറായിട്ടുള്ളൊരു സ്ഥലങ്ങൾ തന്നെയാണ് അവിടെയും. കുറേ ഇങ്ങനെ നടക്കാനുണ്ട്, ഇങ്ങനെ കുന്നുകളാണ്. നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. പിന്നെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള സംഭവങ്ങൾ ഇല്ലാത്ത ഇടങ്ങൾ കുറവായിരിക്കും. കുട്ടികളാണ് ശരിക്കും എൻജോയ് ചെയ്യണത്. കണ്ട എല്ലാത്തുമ്മയും കയറി നല്ല രസമായിട്ട് അവരെന്നെ അവിടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം. പക്ഷെ നോക്കി നിൽക്കണം, കാരണം ഇങ്ങനെ വാസ്റ്റായിട്ട് ഇങ്ങനെ ഏരിയ ഒക്കെ എടുക്കുകയാണ്. എവിടേക്ക് വേണമെച്ചാൽ ഇവർ ഓടാം, പിന്നെ തിരിച്ചറിയില്ല, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടം തെറ്റും. അപ്പം നമ്മളും ഒപ്പം അങ്ങനെ നിന്നിട്ട് ശ്രദ്ധിക്കുക കുട്ടികളെ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഇതൊരു ലോങ് വീഡിയോ ആയി മാറുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതേ ട്രിപ്പിൻ്റെ തന്നെ പിന്നെയും വീഡിയോസ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഉള്ള വീഡിയോസൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടവർ അതിനുള്ള മറുപടികളും എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അഭിപ്രായങ്ങൾ ആർക്കും പറയാമല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കണം ഓരോരുത്തരുടെയും. നാട്ടുകാർ പല അഭിപ്രായങ്ങളും പറയും, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കുക. നമുക്ക് ശരി തോന്നുന്ന കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനായിട്ടിരിക്കാൻ വേണ്ടി തുടങ്ങിയ ചാനലാണ്, അല്ലാതെ ഞാൻ വേറൊരു ചാനലിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ ചില സന്തോഷങ്ങൾ എന്നാണ് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെച്ചിരിക്കുന്നത് തന്നെ. അതായത് എൻ്റെ ചില സന്തോഷങ്ങളാണ് ഞാനിതിൽ കൊടുക്കുന്നത്. അത് വെച്ചിട്ട് എപ്പോഴും സന്തോഷം മാത്രമല്ല, നമുക്ക് സങ്കടങ്ങളും ഉണ്ടായിരിക്കും. ഒരു വീടാവുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തിട്ട് മുന്നിലോട്ട് വന്നവരായിരിക്കാം, കുറേ ഓവർകം ചെയ്തിട്ട് എത്തിയതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും
നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. വാഗമൺ പോയപ്പോൾ ഞാൻ എൻ്റെ വീടിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം വാഗമൺ ആസ്വദിച്ചു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് കുറച്ച് ചുരുങ്ങിപ്പോയി എന്ന് മാത്രം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ മാത്രം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ട്രിപ്പിനെ ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കെയറിലുള്ളൊരു സംഭവമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടേക്കൊക്കെ എത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. ഒപ്പമുള്ളവരും കയറാനായിട്ട് വല്ലാതെ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല. പിന്നെ നല്ല നല്ല ക്ലൈമറ്റ്, ചുറ്റുപാടും നല്ലോണം കാണാനുണ്ട്, നല്ല രസമുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഒരു ഫ്ലവർ ഗാർഡനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ഗാർഡനിൽ നല്ല നല്ല പൂക്കളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടിലും ഞങ്ങൾ ആസ്വദിച്ചത് സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്നപ്പോൾ ലാസ്റ്റ് ഒരു വാട്ടർ ഡാൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ഈ മൈസൂരൊക്കെ പോകുമ്പോൾ ഉണ്ട് ഇതുപോലെ. അതൊന്നുകൂടിയും നല്ലതാണ്. അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എങ്കിൽ കൂടിയിട്ട് ആ വാട്ടർ ഡാൻസൊന്നും നമ്മൾ ആസ്വദിച്ചില്ല. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിൽക്കുന്നവരൊക്കെ ഏകദേശം നമ്മുടെ അതേ വൈബുള്ളവരൊക്കെ തന്നെയാണല്ലോ ഈ ട്രിപ്പിന് എന്ന് പറഞ്ഞിട്ട് നടക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഡാൻസ് കളിച്ചുകൊണ്ട് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതൊക്കെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. മടിച്ച് നിന്നവരും കൂടിയും പ്രായഭേദമന്യേ, ജാതി മത ഭേദമന്യേ എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു. പലരുടെയും പുതിയ പുതിയ സ്റ്റെപ്പുകൾ നല്ല രസകരമായിട്ട് തോന്നി. പലതരത്തിൽ ഓരോരുത്തരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയായപ്പോൾ. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ട് എല്ലാ സ്പോട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനത്തെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനത്തെയൊക്കെ ഒരുവിധം എല്ലാ സ്പോട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ അതിലേറെ നമ്മൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ പോകുന്ന യാത്രകളിൽ ഇങ്ങനെ കാഴ്ചകളും വളരെ അധികം മനോഹരമായിരുന്നു. എന്തെങ്കിലും ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീടുകളിൽ കല്യാണം ആയിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലും പരിപാടികളായിക്കോട്ടെ, ഡാൻസ്, പാട്ട്, അതുപോലെ ട്രിപ്പ്, സിനിമ, ഇങ്ങനെ വല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാലും അതിൽ നമ്മൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു വൈബ്, പൂരം, പെരുന്നാൾ, അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ആ ഒരു വൈബ് നമ്മുടെ മനസ്സിൽ കുറച്ച് നാൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലായിരിക്കും അല്ലേ. അത്രയും ഹാപ്പി ആയിരിക്കും നമ്മൾ. സംസാരത്തിലൊന്നും നമുക്കൊരു വിഷമങ്ങളും വരില്ല. അതൊക്കെ നമ്മളെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനായിട്ടാണത് ഹെൽപ്പ് ചെയ്യണത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ളൂ. എപ്പോഴും ഈ നമ്മൾ ജീവിക്കുക, ഫുഡ് കഴിക്കുക, വീട്ടിലിരിക്കുക, അത് മാത്രമല്ല നമ്മൾ പുറമിറങ്ങി ഓരോ കാര്യങ്ങളും കണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിച്ചു പോവുക. പിന്നെ ഓരോ നിമിഷത്തിനെയും സന്തോഷകരമാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ളത് ചെയ്യുക. നമ്മൾക്ക് എന്താ പറയുക, സന്തോഷത്തോടെയും ജീവിക്കാം, വിഷമിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും ജീവിക്കാം. അത് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടും പോയില്ല, നമ്മൾ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താറില്ലേ? ഞാൻ സന്തോഷം കണ്ടെത്താറുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ട്യൂഷൻ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ ഇടയിലിരിക്കുമ്പോൾ നമ്മളും അവരിൽ ഒരാളായും കൊണ്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, അവരുടെ തമാശകളായിരിക്കോട്ടെ, ഓരോന്നും നമ്മളത് രസകരമായിട്ട് അവരെ പഠിപ്പിക്കാനും, അവർക്ക് ബോറടിക്കരുത്, നമുക്ക് ബോറടിക്കരുത്, എന്നാൽ പഠിച്ചെത്തും വേണം, ആ തരത്തിൽ പഠിപ്പിക്കാനും ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ലഭിക്കട്ടെ, നല്ല സന്തോഷങ്ങൾ ലഭിക്കട്ടെ. ഇത്രയും ഒരു ലോങ് വീഡിയോ ആയിരുന്നു. ഇത് ഇത്രയും നേരം കണ്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളുടെയും കൂടി സന്തോഷങ്ങളായി കാണാനും, അതുപോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലും വരുത്താം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വിജയം തന്നെയാണ്. ഓരോ കാര്യങ്ങളിലും, ഇപ്പോൾ അടുക്കളയിൽ പെരുമാറുമ്പോഴായാലും പുറത്ത് പോകുമ്പോഴായാലും ഓരോന്നിലും നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുക. എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാലും, എന്നാലാണ് അതിന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും ഒക്കെ സന്തോഷം ഉണ്ടായിരിക്കുള്ളൂ. സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി ചെയ്യുക. വിഷമിക്കാൻ എല്ലാവർക്കും പറ്റും, സന്തോഷിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. വിഷമങ്ങൾ എനിക്കുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അതൊക്കെ ഒരു നിമിഷത്തെ വിഷമിക്കാനേ പാടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത സന്തോഷങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ പായിക്കണം. നമ്മൾ വിഷമം ഈ നിമിഷവും കടന്നു പോകും എന്ന് പറയില്ലേ,
അതുപോലെ സന്തോഷമാണെങ്കിലും ആ നിമിഷവും കടന്നു പോവും, സങ്കടമാണെങ്കിലും ആ നിമിഷവും കടന്നു പോവും. വിഷമിക്കുന്നവനും സന്തോഷിക്കുന്നവനും ഒരുപോലെ മനസ്സിന് ഒരു സന്തോഷം അല്ലെങ്കിൽ സങ്കടം തരുന്ന ഒരു അനുഭവം തരുന്ന വാക്കാണല്ലോ അത്, ഈ നിമിഷവും കടന്നു പോകുന്നു. അതുപോലെ ആ നിമിഷവും കടന്നുപോയി, എൻ്റെ സന്തോഷങ്ങളൊക്കെ കടന്നുപോയി എന്നല്ല പറയുന്നതിനർത്ഥം. ഓരോന്നിലും ഞാൻ സന്തോഷം കണ്ടെത്തും. ഇനിയിപ്പോൾ ഞാൻ വേറെ ഇനിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനും ഓരോന്നിനും ഒക്കെ എനിക്ക് ഇങ്ങനെ ഞാൻ റെഡിയായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ലാഗൊക്കെ വരുന്നത്. എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അത് അത് എഡിറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നത്, അതിനൊക്കെ ഉള്ള ടൈം എനിക്ക് കുറച്ചധികം വേണം. അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഇത്രയും വൈകണത്. നല്ല ചെടികളൊക്കെ വെക്കാൻ, ഗാർഡനിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ചെടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തരും. ഗാർഡനിങ് ഒന്നും അധികം ഇഷ്ടമില്ലാത്ത ഞാൻ വരെ ഇതൊക്കെ എൻജോയ് ചെയ്തു. നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്തായാലും വാഗമൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരിക്കലും നമ്മൾ പോയി എന്ന് വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് ആവില്ല. അതായത് നമ്മളുടെ ടൈം വേസ്റ്റ് ആവുന്നില്ല, ഒന്നുമില്ല. നല്ല രസമാണ്, നല്ല ഫുഡുകളുണ്ട്, എല്ലാം കൊണ്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴെങ്കിലും എല്ലാവർക്കും സമയം കിട്ടുകയാണെങ്കിൽ, ഇങ്ങനൊരു അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണുക. എന്തായാലും ഇടുക്കി വൈബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഇടുക്കി വൈബ്സ് അടിപൊളിയാണ്, നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളിങ്ങനെ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളൊക്കെ ഇങ്ങനെ നടത്തലുണ്ട്. എന്തായാലും ഇനിയും ഇങ്ങനെ വലിയ ട്രിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഇടാം. ഡേ ഇൻ മൈ ലൈഫാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ എല്ലാവരും പങ്കുചേരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചില സന്തോഷങ്ങളിൽ ഉൾപ്പെടുന്ന ഓരോരുത്തർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും നന്ദി. ഗാർഡനൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല നല്ല ചെടികൾ, നല്ല നല്ല പൂക്കൾ ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് വാഗമണ്ണൊക്കെ ഒന്ന് പോയി കാണുക. സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.